എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനം സന്തോഷവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാ ദിവസവും എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കണം. അതിനുപരിയായി എല്ലാവരും പൂർണ്ണമായ വിശ്വാസം. നിങ്ങൾക്ക് പൂർണ്ണമായി ജ്യോതിഷത്തെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ട്. എല്ലാ ദിവസവും ഓരോരുത്തർക്കും ഓരോ ഭാഗ്യങ്ങൾ വന്നു ചേരും. അവരുടെ പൂർണ്ണമായ വിശ്വാസ ഫലമാണ് അവരുടെ ഐശ്വര്യമുണ്ട്. നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കൂ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരുകളും നാളുകളും പറയുക. എല്ലാ ദിവസവും ശിവപൂജ, വിഷ്ണുപൂജ, കുബേരപൂജ, ലക്ഷ്മി പൂജ, ശത്രു സംഹാര പൂജ, ഗണപതി പൂജ തുടങ്ങിയ എല്ലാ പൂജകളും നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേരും നാളും മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും 30 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയം. പൂർണ്ണമായി വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും പൂജാമുറിയിൽ വിളക്ക് കത്തിക്കണം. അത്യന്താപേക്ഷിതമായ കാര്യം അത് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും. നെയ്വിളക്ക് ഉപയോഗിച്ച് ചൊവ്വയും വെള്ളിയും കത്തിക്കണം. എങ്കിലേ നിങ്ങളുടെ ഐശ്വര്യം നിലനിർത്തൂ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വീട്ടിലുള്ള 2 വസ്തുക്കൾ വീട്ടിൽ വന്ന് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും. അതിൽ പ്രധാനമായുള്ളത് പൂച്ചയെക്കുറിച്ചാണ്. പൂച്ച വീട്ടിൽ വന്ന് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ധനം വന്നു കയറുന്ന സമയമായെന്ന്. അതിന് ആഹാരം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ധനം നിലനിൽക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. സ്ഥിരമായി പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും അവിടെ ശത്രുവിൻ്റെ ദോഷം മാറി തീർച്ചയായും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ അനുഗ്രഹം പൂച്ചയിലൂടെ നിങ്ങൾക്ക് കിട്ടും. പൂച്ചയെ പരിപാലിക്കും തോറും ദുർഗാദേവിയുടെ അനുഗ്രഹമാണ് വരുന്നത്. അതുപോലെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം. അതുകൊണ്ട് പൂച്ചയെ ഒരു കാരണവശാലും നമ്മൾ ദ്രോഹിക്കരുത്. അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അവർ വീട്ടിൽ വന്ന് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യമാണ്. അതുപോലെ തന്നെ പട്ടിയെ വളർത്തുവാണെങ്കിലും നല്ലതാണ്. അതും വീട്ടിൽ വന്ന് കയറുന്നതും ഐശ്വര്യമായിട്ടാണ്. ചൊവ്വ വെള്ളി ഈ ദിവസങ്ങളിലാണ് വന്നു കയറുകയെങ്കിൽ തീർച്ചയായും അവർ ഐശ്വര്യമുള്ളവരാണ് എന്നർത്ഥം. ചൊവ്വ വെള്ളി ഞായർ ഈ ദിവസങ്ങളിൽ പട്ടിയും പൂച്ചയും തീർച്ചയായും വീട്ടിൽ അതുപോലെ തന്നെ വന്ന് കയറുകയാണെങ്കിൽ തത്ത ഇതൊക്കെ വന്നാൽ നിങ്ങളുടെ വീട്ടിൽ കയറുകയാണെങ്കിൽ ദേവിയുടെ അവിടെ സാന്നിധ്യം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് എല്ലാവിധമുള്ള ഐശ്വര്യങ്ങളും ധനം വന്നു ചേരാനും എല്ലാവിധ ഭാഗ്യങ്ങളും വരാനുള്ള സമയമായി എന്നുള്ളത് ഈ ദിവസങ്ങളിൽ വന്നു കയറിയാൽ മാത്രമേ ഐശ്വര്യമുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഐശ്വര്യമൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ പൂച്ചയ്ക്ക് വളരെയധികം ഐശ്വര്യമുണ്ട്. അത് ഏത് ദിവസം വന്നു കയറിയാലും ഐശ്വര്യമുണ്ട്. പക്ഷേ പട്ടിയാണെങ്കിൽ ചൊവ്വയും വെള്ളിയും ഞായർ ഈ ദിവസങ്ങളിൽ വന്നു കയറുകയാണെങ്കിൽ ആ പട്ടി ഐശ്വര്യമുള്ള പട്ടിയാണ് എന്ന് ദൈവാനുഗ്രഹമുള്ള പട്ടിയാണ്. അതിന് ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവിയും നാരായണനും അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുവിൻ്റെ ദോഷം മാറിക്കിട്ടി എന്നുള്ളതിന് സൂചനയാണ് ഇതൊക്കെ പ്രധാനമായി പട്ടി വരുവാണെങ്കിൽ കിട്ടുന്നത്. അതുപോലെ പൂച്ച, തത്ത ഇതൊക്കെ വന്നു കയറുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും മാറി നിങ്ങൾക്ക് നല്ല സമയം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പട്ടി, പൂച്ച, തത്ത ഇതൊക്കെ വന്നു കയറുകയാണ്. പട്ടി പക്ഷേ ശ്രദ്ധിച്ചോണം, ചൊവ്വ വെള്ളി ഞായർ ഈ ദിവസങ്ങളിൽ വന്നു കയറിയാൽ മാത്രമേ അയച്ചുള്ളൂ. പൂച്ചയ്ക്ക് പക്ഷേ ഏത് ദിവസം വന്നാലും നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു കയറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് പ്രത്യേകം ഈ വരുന്ന ജീവികളെ ശ്രദ്ധിച്ചോണം, ദിവസങ്ങളും ശ്രദ്ധിച്ചോണം. തത്തയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് ദിവസമൊന്നുമില്ല. തത്ത ഏത് ദിവസം വന്നാലും ഐശ്വര്യമാണ്. അവിടെ ലക്ഷ്മി ദേവി വന്നു എന്ന അർത്ഥം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആഹാരം കൊടുക്കാൻ എല്ലാ ദിവസവും ചൊവ്വയും വെള്ളിയും ഞായറും ആഹാരം ഇവർക്ക് കൃത്യമായി കൊടുക്കണം. ബാക്കിയുള്ള ദിവസങ്ങൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ 3 ദിവസം പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവർക്ക് ആഹാരം കൊടുക്കണം. എല്ലാ ദിവസവും കൊടുത്താൽ അതിൻ്റെതായ ഐശ്വര്യം നിങ്ങൾക്കുണ്ടാകും. പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നുള്ള സൂചനകളാണ് ഈ 3 ജീവികൾ വീട്ടിൽ വന്ന് കയറുകയാണെങ്കിൽ. അതുപോലെ ചൊവ്വയും വെള്ളിയും ഞായറും ആണെന്ന് ഒന്ന് ശ്രദ്ധിച്ചോണം. അതിന് പട്ടിയുടെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത്. ബാക്കിയെല്ലാം ഈ ദിവസം വന്ന് കയറിയാലും നിങ്ങൾക്ക് ഐശ്വര്യമാണ്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി നിങ്ങൾ ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതത്തിനുള്ള സൂചനയാണ് ദൈവം തരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്ക് നെയ്വിളക്ക് ഉപയോഗിച്ച് കത്തിക്കാൻ മറക്കരുത്. കത്തിച്ചാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഐശ്വര്യം വീട്ടിലുണ്ട്. വീട്ടിൽ നെഗറ്റീവ് എനർജി ആണെങ്കിൽ അത് പോസിറ്റീവ് ആക്കേണ്ടത് അത്യന്താപേക്ഷിതം. അതിനുള്ള ഘടകങ്ങളാണ് നെയ്വിളക്ക് എന്ന് പറയുന്നത്. നെയ്വിളക്കും തിരിയും ഉപയോഗിച്ച് വീട്ടിൽ ശുദ്ധീകരിച്ച് കത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ നെഗറ്റീവ് എനർജി വീട്ടിൽ പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാവുകയും എല്ലാവർക്കും ഐക്യം ഉണ്ടാവുകയും ശാന്തിയും സമാധാനവും കിട്ടാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വിളക്ക് കത്തിക്കുക എന്നുള്ളത്. അതുപോലെ തീ കത്തിക്കുക, കുന്തിരിക്കം ഇതെല്ലാം ഇട്ട് അതുപോലെ കർപ്പൂരം അത്യന്താപേക്ഷിതമാണ്. വിളക്ക് കത്തിച്ച ഉടനെ അവസാനം കർപ്പൂരം ഉപയോഗിച്ച് ആരതി ഒഴിയണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തള്ളിപ്പോകും. അവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടും. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങളിൽ വന്നു ചേരുകയും ചെയ്യും. അതാണ് ഈ ഘടകങ്ങളിൽ പ്രത്യേക കാര്യങ്ങൾ. അതുകൊണ്ട് എപ്പോഴും വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അവസാനം കർപ്പൂരം ഉപയോഗിച്ച് ആരതി ഒഴിയണം. ആ ആരതി ഒഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കർപ്പൂരം എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ രോഗസംബന്ധമായ കാര്യങ്ങൾ മാറും. കണ്ണിന് എനർജി കിട്ടുകയും അതുപോലെ പ്രകൃതിയിൽ ആ അന്തരീക്ഷത്തിൽ ആ കർപ്പൂരത്തിൻ്റെ എനർജി പോസിറ്റീവായി തീരുകയും വീട്ടിൽ നെഗറ്റീവ് ഘടകങ്ങളെ തള്ളിക്കളയുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എനർജി പോസിറ്റീവാണ് ആ കർപ്പൂരം കൊണ്ടുണ്ടാകുന്ന ഗുണം. അതുകൊണ്ട് വിളക്ക് കത്തിക്കുമ്പോൾ വളരെ വൃത്തിയോടുകൂടി കത്തിക്കുക, ശുദ്ധ മനസ്സോടുകൂടി കത്തിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പറയുന്ന ജീവികളെ നിങ്ങൾ പരിപാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലക്ഷ്മി നാരായണൻ തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാവരും ഈ ദിവസങ്ങൾ ശ്രദ്ധിച്ചു. ചൊവ്വ വെള്ളി
ഞായർ ഈ ദിവസങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് ഇവയെ പരിപാലിച്ചു കഴിഞ്ഞ് എല്ലാ ഐശ്വര്യങ്ങളും ലക്ഷ്മി നാരായണൻ തരും. ഓം ലക്ഷ്മി നാരായണ.